കുറച്ച് മുമ്പായിട്ട് ഞാൻ രാത്രി ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം നോർമലി നമ്മുടെ പല വീഡിയോകൾ ചെയ്യുന്ന പോലെയാണ് അത് ചെയ്തിരുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ളത് അതിന് വ്യത്യസ്ത തരത്തായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ശരിക്കും വളരെ സങ്കടം തോന്നും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത തരം ഏജ് നമ്മൾ നോർമലി എല്ലാവർക്കും അറിയാം, ചെറിയ മക്കൾ മൂത്രമൊഴിക്കുന്നുള്ളത് നമുക്കറിയാം. ഒരു 8 വയസ്സ് വരെ മാക്സിമം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, നോർമലി അത് സ്റ്റോപ്പ് ആവും. പക്ഷേ എനിക്ക് വന്ന കോളുകൾ, ഇപ്പം ഓൺലൈനാകുമ്പോൾ കോളുകളും മറ്റു പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. 37 വയസ്സുള്ള അല്ലെങ്കിൽ 39 വയസ്സുള്ള പുരുഷന്മാരടക്കമുണ്ട് അതിൽ. അപ്പോൾ അവരിങ്ങനെ പറയാണ്, ഡോക്ടർ ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡെപ്ത് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും മനസ്സിലായത്. കാരണം അതിന് അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ. അവർ പറയാം, ഡോക്ടർ എനിക്ക് രാത്രി യാത്ര ചെയ്യാൻ പറ്റില്ല, ഞാൻ ഒരു റൂമിലല്ല ഞാൻ താമസിക്കുന്നത്, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് റൂം എക്സ്ട്രാ റെന്റ് കൊടുത്ത് താമസിക്കുന്നത്. കാരണം എന്താണ്, ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വേറെ ആരോടെങ്കിലും സ്വന്തം ഭാര്യയോട് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. കാരണം എന്താണ്, യൂറിനേഷൻ സംഭവിക്കുന്നതാണെന്ന് ആലോചിച്ച് നോക്കി. ഉറക്കത്തൊരു പ്രായമുള്ളൊരു വ്യക്തി മൂത്രമൊഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാവായ അതേ അവസ്ഥ. തൊട്ടടുത്ത് വേറൊരു കേസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ ഇവള് കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താണ്, കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടി പറയാണ്, ഡോക്ടർ പാരൻസിന് അറിയാം, ഞാൻ അവരോട് പറയാറുണ്ട്, പക്ഷേ ദിവസവും ഒഴിക്കുന്ന കാര്യം ഞാൻ അവരോട് പറയാറില്ല. കാരണം എന്താണ്, ഞാൻ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് മോർണിംഗ് ആരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ബെഡ് ക്ലീൻ ചെയ്യലാണ്, അല്ലെങ്കിൽ വേറൊരു ബെഡ്ഷീറ്റ് ഇട്ടിട്ട് എക്സ്ട്രാ ഷീറ്റ് ഇട്ടിട്ട് ഞാനത് മാനേജ് ചെയ്യലാണ്. കാരണം എന്താണ്, സ്വന്തം പാരൻസ് അറിയാതെ ഈ ഒരു കാര്യം രഹസ്യമായിട്ട് കൊണ്ടെടുക്കുകയാണ്. അപ്പോൾ ഈ കല്യാണത്തിന് പ്രഷർ വന്നപ്പോഴാണ് ഞാൻ ഡോക്ടറെ വിളിച്ചത്. പിന്നെ ഞാൻ നേരിട്ട് ഡോക്ടറെ കാണാൻ വന്നത്. കാരണം ലോങ് നിന്നാണ് അവർ നേരിട്ട് കാണാൻ വരുന്നത്. അപ്പോൾ കരഞ്ഞുകൊണ്ടാണ് അവർ എന്നോട് സംഭവം പറയണത്. അപ്പോൾ ഈ 2 സംഭവങ്ങളിലൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് അനുഭവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങളിപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ രാത്രി ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തിൽ, തൊട്ടടുത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ മൂത്രമൊഴിച്ച് പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. തൊട്ടടുത്ത ആളറിയൂലേ, തൊട്ടടുത്ത് പോകുമ്പോൾ ട്രെയിനിലൊക്കെ ആണെങ്കിൽ ബെർത്തുനിന്ന് തൊട്ടടുത്ത ബെർത്തിലേക്ക് എത്തൂലേ മൂത്രം. ഒന്ന് ആലോചിക്കുക, നിങ്ങൾ അത്രമാത്രം സാമൂഹികമായിട്ടും മാനസികമായിട്ടും പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇതേ രൂപത്തിൽ വേറൊരു വീട്ടിൽ നിന്ന് അവർ ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയിട്ട് പോവാണ്. അപ്പം അതുവരെ അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, എന്താണ്, റൂമിലായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിപ്പം കോളേജിൽ അഡ്മിഷൻ കിട്ടി, ഹോസ്റ്റലിലേക്ക് പോകണം, അവിടെ 3 ആൾക്കാർ അല്ലെങ്കിൽ 4 ആൾക്കാരാണ് റൂം ഷെയർ ചെയ്യണത്. ഡോക്ടർ എന്ത് ചെയ്യുന്നതുകൊണ്ട് ഓടി വരുന്നത്. ആകെ 2 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ട്രീറ്റ്മെൻറ്റ് പീരീഡ്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റി. ഞാനവിടെ ആദ്യം പറഞ്ഞിരുന്നത് ക്രോണിക്കാണ്, 17 വർഷത്തോളം പഴക്കമുള്ള കേസാണ്. അപ്പോൾ അവർക്കത് മാനസികമായിട്ട് ഉൾക്കൊണ്ട് ഞാൻ പക്ഷേ അത് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് കേസുകൾ മാറിയിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഒരുപാട് കേസുകൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനെ മാറിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഹിസ്റ്ററീസ് അവർക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് വിശ്വാസം വന്നു. പക്ഷെ 2 മാസം കൊണ്ട് തന്നെ അവർക്കൊരു 80%, 60 മുതൽ 80% വരെ മാറ്റം വരുത്താൻ സാധിച്ചു. ഒരു സന്തോഷത്തോടുകൂടിയാണ് ഹോസ്റ്റലിൽ പോയിരുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ പറഞ്ഞ രാത്രിയിൽ മൂത്രമൊഴിക്കുന്ന അസുഖത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയണത്, ഇതിനെ റേഷ്യോ നോക്കുകയാണെങ്കിൽ നമുക്കത് ബോത്ത് സെക്സിൽ പുരുഷന്മാർക്കും സ്ത്രീകളിലും ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. നോർമലി ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് കോംപ്ലിക്കേഷൻ ആയിട്ട് ഒരു ഏജ് 20-ന് ശേഷം എടുക്കുകയാണെങ്കിൽ ഒരു 80% എനിക്ക് വന്ന കേസിൽ എൻ്റെ ക്ലിനിക്കൽ സ്റ്റഡി അനുസരിച്ച് 80% അത് സ്ത്രീകളാണ്, 20% മാത്രം മെയിലുള്ളൂ. അതിന് 2 കാരണങ്ങളുണ്ടാവും. ഒന്ന് പുരുഷന്മാർ പറയാൻ മടിക്കുന്നതാവാം, അല്ലെങ്കിൽ സ്ത്രീകൾ നേരിട്ട് പറയുകയും, അല്ല അവർ ഈ അസുഖത്തിൻ്റെ കല്യാണം മറ്റു കാര്യങ്ങളുള്ളത് കൊണ്ട് പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നുണ്ടതാവാം. ഈ വന്ന കേസുകളിൽ എനിക്ക് 80% ഫീമെയിൽസ് ഉണ്ടായിരുന്നത്. ഇനി ഇത് 2 തരത്തിലാണ്. ഒന്ന് നമുക്ക് ഈ പറഞ്ഞ അക്യൂട്ട് ടൈപ്പ്, ചില കുട്ടികൾ ഒരു അപ് ടു 8 ഇയേഴ്സ് വരെ, 7 to 8 ഇയേഴ്സ് വരെ നമ്മളിത് നോർമലായിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. കാരണം എന്താണ്, അത് ഗ്രോത്ത് ആണ്. യൂറിനറി ബ്ലാഡറിനൊക്കെ പൂർണ്ണമായിട്ട് ഫങ്ഷൻ എത്തണമെങ്കിൽ ഒരു 7 to 8 ഇയേഴ്സ് ആവും, നോർമൽ ബോഡിയുടെ മെക്കാനിസം അനുസരിച്ച്. അതുവരെ നമ്മളിത് കൺസിഡർ ചെയ്യുന്നത് നോർമൽ കേസായിട്ടാണ്. അതിന് ശേഷവും നിങ്ങൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. കാരണം സിവിയറായിട്ട് ഡെയിലി മൂത്രമൊഴിക്കുന്ന പ്രശ്നമില്ല. 1-2 ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ 1-2 പ്രാവശ്യങ്ങൾ മൂത്രമൊഴിക്കുകയാണ് എന്നിട്ടും അറിയാത്തൊരവസ്ഥയാണ്. കാരണം കുട്ടി അറിഞ്ഞിട്ടല്ല സംഭവിക്കുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഫാമിലി ഹിസ്റ്ററിയാണ്. ജെനറ്റിക് ആൻഡ് ഫാമിലി ഹിസ്റ്ററി അത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ചില ആൾക്കാർ പറയും, എൻ്റെ അമ്മോൻ ഇങ്ങനെ മൂത്രമൊഴിക്കലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ അവരുടെ അച്ഛൻ്റെ അനിയൻ
അല്ലെങ്കിൽ ഇളയച്ചൻ ഇങ്ങനെ മൂത്രമൊഴിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി കണ്ടുവരാറുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ഹോർമോണൽ കോസസ്. കാരണം യൂറിൻ നിർത്താനുള്ള രാത്രി യൂറിൻ കൺട്രോളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ADH ഹോർമോണാണ്, ആൻറ്റി ഡയയൂറിറ്റിക് ഹോർമോണാണ്. ഇതിൻ്റെ എഫിഷ്യൻസി കുറവ് ചില കേസുകളിൽ ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കണ്ടുവരാറുണ്ട്. മൂന്നാമത്തതാണ് ഈ പറഞ്ഞ യൂറിനറി ബ്ലാഡറിൻ്റെ അബ്നോർമാലിറ്റീസ്, ചില വീക്ക്നെസ്, അതുപോലെ തന്നെ ഫുള്ളി ഫങ്ഷൻ അല്ലാത്ത അവസ്ഥ, തീരെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറവുള്ള അവസ്ഥ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് ഈ പറഞ്ഞ ഹോം റെമഡി ആയിട്ട് ഈ പറഞ്ഞ ബ്ലാഡറിനും ഈ പറഞ്ഞ ഹോർമോൺ ബാലൻസിങ് കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ്. അതിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് നമുക്ക് അശ്വഗന്ധയുടെ പൗഡർ തേനിൽ ചേർത്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അനാർ ഉറുമാമ്പഴത്തിൻ്റെ തൊലി ഉണക്കി പൊടിച്ചു ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരാണ്. കാരണം ബ്ലാഡറിൻ്റെ നോർമൽ ഫങ്ഷൻസും മസിൽസിൻ്റെ കൺട്രാക്ഷനും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പംകിൻ സീഡ്സ് വളരെ ഒരു 1 ഗ്രാം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തേനിൽ പൗഡറാക്കി കൊടുക്കുകയാണെങ്കിൽ അതും വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാമെന്നുള്ളതാണ്. ഈ ഒരു ബുദ്ധിമുട്ട് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. ഇനി അബ്നോർമാലിറ്റീസ് നോക്കാൻ വേണ്ടി USG സ്കാനിങ് എടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ADHൻ്റെ അളവും ചെക്ക് ചെയ്യാറുണ്ട്. ഇനി ഇതുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതുണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാളും ഏറ്റവും ബുദ്ധിമുട്ട് ഈ പറഞ്ഞ അഡൽട്ടിനാണെങ്കിൽ, യുവാക്കൾക്കാണെങ്കിൽ അവർ ടയേർഡാവുകയാണ്. സോഷ്യൽ പ്രഷറാണ്, സ്ട്രെസ്സാണ്, സോഷ്യലായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത. ഉദാഹരണം ഒരു ട്രിപ്പ് പോകാൻ പറ്റാത്തൊരവസ്ഥ. ഒരു മെയിലിനാണോ ഒരു ഫീമെയിലാണോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അവർക്ക് സുഹൃത്തുക്കളും, കാരണം യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉറങ്ങിപ്പോകും. ആ ഉറങ്ങുന്ന സമയത്ത് യൂറിനേഷൻ സംഭവിക്കാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എത്രമാത്രം പ്രയാസകരമായ അവസ്ഥയായിരിക്കും. പിന്നീട് അത് ആലോചിച്ചുകൊണ്ട് എനിക്ക് ഇന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാൻ പറ്റുന്നില്ലല്ലോ, റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാൻ പറ്റുന്നില്ലല്ലോ, ഇന്ന കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെന്ന് ആലോചിച്ച് സെൽഫ് കോൺഫിഡൻസ് നശിക്കുന്നൊരവസ്ഥ. പിന്നീട് എന്തായിരിക്കും, സ്ട്രെസ് ആയിരിക്കും, ഡിപ്രസ്ഡ് ആയിരിക്കും, തീരെ ഒരു കാര്യത്തിനും ആക്റ്റീവ് അല്ലാത്തൊരവസ്ഥ. അവർ തന്നെ തോന്നും ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്താ അർത്ഥം എന്നുള്ള. ചില പേഷ്യൻസ് പറയും സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലെ സൂയിസൈഡ് തിങ് പോലും ഈ വിഷയത്തിൽ ഉണ്ടാവാറുണ്ട്. കാരണം നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും. നിങ്ങൾ അവരുടെ ഒരു ആസ് പെർ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥ മനസ്സിലാവും. അവരുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളിപ്പോൾ സുഗമമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ സ്വന്തം വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഈവൻ നമ്മൾ ഹോട്ടലൊക്കെ പോകുകയാണെങ്കിൽ ഒന്ന് ഉറങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രൈവറ്റായിട്ട് ഒരാളായിട്ട് മാത്രം പോകുമ്പോൾ ഒരാണായാലും അല്ലെങ്കിൽ അഡൽട്ടായിട്ടുള്ള പെണ്ണും പോയിട്ട് മാത്രം സിംഗിളായിട്ട് പോയിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, കുട്ടികളില്ലാത്തൊരവസ്ഥയിൽ കുട്ടികളെ പറയാൻ പറ്റുമോ അവിടെ യൂറിനേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ? അപ്പം ഇത് ഒന്ന് ആലോചിക്കുക. അതുപോലെ A to Z യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, വേറൊരാളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒരു റൂമിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം എന്താണ്, ഈ ഒരു ബുദ്ധിമുട്ടിലുള്ള സെപ്പറേറ്റ് റൂം എടുക്കേണ്ടി വരികയാണ്. അയാൾക്ക് എത്ര സാലറി ആണെങ്കിലും അത്രയും ഹൈ ലെവൽ പൈസ അവിടെ പേ ചെയ്യേണ്ടി വരികയാണ്. A to Z കാര്യങ്ങൾ അവരത് ബാധിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞ കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അവർ പറയുന്നത് ആരും കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ജീവിച്ചു എന്ന് പറയുന്നൊരവസ്ഥ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസ്. പിന്നെ ഇതറിയാത്ത വേറെ കോംപ്ലിക്കേഷൻസാണ് ഉറക്കത്തിൻ്റെ പ്രശ്നം. കാരണം എന്താണ്, മൂത്രമൊഴിക്കുമെന്ന് പേടിച്ചിട്ട് ഉറങ്ങാതിരിക്കുന്ന അവസ്ഥ. നോർമൽ സ്ലീപ്പിംഗ് ടൈം കിട്ടിയില്ലെങ്കിൽ ബോഡി റെസ്റ്റ് ആവാത്തൊരവസ്ഥ വരും. ഇത് തുടർച്ചയായിട്ട് 1 ദിവസം 2 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. തുടർച്ചയായിട്ട് സംഭവിക്കുന്നത് പറ്റും ബോഡി വളരെയധികം ടയർഡാകുകയും പിന്നീട് ആൻറ്റി ഇൻഫ്ലമേറ്ററി അതുപോലെ ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ബോഡിയിൽ കാണിക്കുകയും പിന്നെ ഡയബറ്റിക്കും മറ്റ് പല അസുഖങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരികയും ചെയ്യാറുണ്ട്. ഏറ്റവും പ്രശ്നം എന്താണ്, സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യും, ടോട്ടൽ ആക്ടിവിറ്റീസ് തകിടം മറിയും. പിന്നെ ആൾക്കാരനെ ചോദിക്കും ഇതെന്താ നിന്നെ ഇപ്പം കാണുമ്പോൾ ഈ രൂപത്തിൽ, പണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, അവിടെ പഠിക്കാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയത്. അതോടുകൂടിയാണ് ആൾ മാറണത്. ഇത്തരത്തിൽ അത് വളരെയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാക്കുന്ന വിഷയമാണ്. ഇത് നിങ്ങൾ വീഡിയോ നിർബന്ധമായിട്ട് ഷെയർ ചെയ്യേണ്ടതാണ്. കാരണം ഇത് അനുഭവിക്കുന്ന ഒരു പ്രയാസം നമുക്ക് പറഞ്ഞറിയിക്കുന്നത്. കാരണം അവരാരും പുറത്ത് പറയാറില്ല. അതോടൊപ്പം തന്നെ വീട്ടിനുള്ളിലുള്ള ആൾക്കാരത് ഒരിക്കലും പുറത്ത് പറയില്ല. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് അത് പ്രയാസം മാറ്റിക്കൊടുക്കുക എന്നുള്ളത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. യഥാർത്ഥ കാരണം അറിയുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബ്ലാഡറിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് രാത്രി മൂത്രമൊഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. ഇത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.